ഒരു മരത്തിലെ ഇലയെ മാത്രമായി സ്നേഹിക്കാൻ പറ്റില്ല എന്ന് ഒരു സൂഫി കവിതയുണ്ട്. ഈശോ ഒരു കുടുംബത്തെ പൂർണ്ണമായിട്ടാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരു മരണത്തിൽ ഈശോ വരുമ്പോൾ 3 തലങ്ങളിലാണ് അവൻ്റെ ആശ്വാസം വരുന്നത്. ഒന്നാമത്തെ തലം ഈശോ വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. മർത്തായോട് ഈശോ പറയുകയാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, പേടിക്കേണ്ട, അവൻ സ്വർഗത്തിൽ എഴുന്നേക്കും. പക്ഷെ രണ്ടാമത്തെ തലത്തിൽ ഈശോ ചെയ്യുന്നത് അവൻ്റെ സാന്നിധ്യം കൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. ഈശോ ബഥാനിയയിലേക്ക് പോവുകയാണ്. ആ പോകുന്നതിന് അല്പം അപകടമുണ്ട്. ഈശോയെ ക്രൂശിക്കാനായിട്ട്, പിടിക്കാനായിട്ട് യഹൂദരെ തക്കം പാർത്തിരിക്കുന്ന സമയത്താണ് ഈശോ ധൈര്യമായിട്ട് ബഥാനിയയിലേക്ക് പോകുന്നത്. കാരണം സ്നേഹത്തിന് വല്ലാത്ത ധൈര്യമാണ്. ഈശോ ബഥാനിയയിലെത്തി മർത്തായെയും മറിയത്തെയും കണ്ട് അവരുടെ സാന്നിധ്യത്തിലാണ് ഈശോ കരയുന്നത്. കരച്ചിൽ ഒരു ആശ്വാസമാണ്, ആശ്വസിപ്പിക്കലാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കരയുന്നു. ചിരിക്കുമ്പോൾ 1000 പേര് ചിരിക്കാനുണ്ടാവുന്നു, കരയുമ്പോൾ ആരുമില്ല എന്നൊക്കെ നമ്മൾ പാട്ടുപാടാറുണ്ട്. പക്ഷേ ഈശോ അങ്ങനെയല്ല. യഥാർത്ഥ ആശ്വാസകൻ വരുന്നത് കരയുമ്പോൾ കൂടെ കരയാനും കൂടി വേണ്ടിയാണ്. കരയുമ്പോൾ ഈശോ കൂടെ കരയുന്നു. മൂന്നാമത്തെ ആശ്വസിപ്പിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് വിശ്വാസം കൊണ്ടുള്ള ആശ്വസിപ്പിക്കലാണ്. ഈ ശവകുടീരത്തിൻ്റെ മുന്നിൽ നിന്ന് ഈശോ മർത്തായോട് പറയാണ്, നീ വിശ്വസിക്കുന്നില്ലേ? നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും എന്നുള്ള ബലമാണ് എല്ലാ വേദനകളിലുമുള്ള ഏറ്റവും വലിയ ആശ്വാസം. മനുഷ്യൻ്റെ ഏത് കുരിശിനുള്ള ഉത്തരം അതാണ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും.